ഹായ് ഹലോ വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്കിലെ മൊഡ്യൂൾ 1 നോർട്ടൺസ് തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നോർട്ടൺസ് തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ക്വസ്റ്റൻ ഇവിടെയുണ്ട്. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട് ആൻഡ് ക്വസ്റ്റൻ ഈസ് ഫൈൻഡ് നോർട്ടൺസ് ഈക്വലന്റ് ഓഫ് ദ സർക്യൂട്ട് ഷോൺ എബോവ്. അപ്പോൾ ഈ സർക്യൂട്ടിലെ നോർട്ടൺസ് ഈക്വലന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഏത് പോയിന്റ്സിന് അക്രോസ് ആയിരിക്കും നോർട്ടൺസ് ഈക്വലന്റ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ എ ബി എന്ന് പറയുന്ന രണ്ട് ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എക്കും ബിക്കും അക്രോസ് ഉള്ള നോർട്ടൺസ് ഈക്വലന്റ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. അപ്പൊ എന്താണ് നോർട്ടൺസ് തിയറം പറയുന്നത്? നോർട്ടൺസ് തിയറം പറയുന്നത് എന്താ? സ്റ്റേറ്റ്മെന്റ് വൈസ് നമുക്കറിയാം. അതായത് ഒരു വലിയ നെറ്റ്വർക്ക് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു വലിയ സർക്യൂട്ട് നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിനെ നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് ഒരു കറന്റ് സോഴ്സ് വിത്ത് എ പാരലൽ റെസിസ്റ്റർ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നോർട്ടൺസ് തിയറം പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സിംഗിൾ കറന്റ് സോഴ്സ് വിത്ത് പാരലൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന രീതിയിൽ ഈ സർക്യൂട്ടിനെ മാറ്റി വരയ്ക്കണം. അപ്പോൾ ആ സിംഗിൾ കറന്റ് സോഴ്സിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ ആ റെസിസ്റ്ററിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് രണ്ടുമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ തിയറം പ്രകാരം നമ്മൾ ആ കംപ്ലീറ്റ് നെറ്റ്വർക്കിനെ ഈ ഒരു രീതിയിലേക്ക് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഇതാണ് ആ ഒരു സർക്യൂട്ടിന്റെ നോർട്ടൺസ് ഈക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നോർട്ടൺസ് ഈക്വലന്റ് സർക്യൂട്ട് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് എന്തേ ഉള്ളൂ, ഒരു കറന്റ് സോഴ്സ് ഉണ്ട്, അതിന് പാരലൽ ആയിട്ട് ഒരു നോർട്ടൺസ് റെസിസ്റ്റൻസും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ആ സർക്യൂട്ട്. അപ്പൊ ഈ ഒരു സർക്യൂട്ടിനെ നമുക്ക് ഈ ഒരു സർക്യൂട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ടാസ്ക് എന്താ? വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് IN, വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് RN. ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വി ക്യാൻ ഫൈൻഡ് IN, ദാറ്റ് ഈസ് നോർട്ടൺസ് കറന്റ്. അപ്പൊ നോർട്ടൺസ് കറന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. നോർട്ടൺസ് കറന്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഏത് പോയിന്റിന് അക്രോസ് ആണോ നോർട്ടൺസ് ഈക്വലന്റ് കാണാൻ ചോദിച്ചിരിക്കുന്നത് ആ ടെർമിനൽസിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. അതാണ് നോർട്ടൺസ് കറന്റ് കാണാനുള്ള മെത്തേഡ്. അപ്പോൾ ഇതാ ഇവിടെ A എന്ന് പറയുന്ന ടെർമിനലുണ്ട്, താഴെ B എന്ന് പറയുന്ന ടെർമിനലുണ്ട്. ഇതിന് അക്രോസ് ആണ് നോർട്ടൺസ് ഈക്വലന്റ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടെർമിനലിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് ഇതിൽ കൂടെ പോകുന്ന കറന്റ് ISC എന്ന് പറയുന്ന കറന്റ് ഇവാലുവേറ്റ് ചെയ്യുക. ദാറ്റ് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗിവ്സ് ദ വാല്യൂ ഓഫ് നോർട്ടൺസ് കറന്റ്. ഇതാണ് നോർട്ടൺസ് കറന്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നോർട്ടൺസ് തിയറത്തിന്റെ ബേസിക് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പ്രാക്ടീസ് ആയിട്ട് അതിന്റെ എങ്ങനെയാണ് ഒരു അനാലിസിസ് നടത്തുക എന്നുള്ളതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഹൗ വിൽ യു ഫൈൻഡ് നോർട്ടൺസ് കറന്റ്? അപ്പൊ അവിടുത്തെ പ്രശ്നങ്ങൾ വരുന്നത് എന്താന്നുള്ളത് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കി. ഈ ഒരു സർക്യൂട്ടിൽ വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരാളെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ദാറ്റ് ഈസ് ദിസ് വൺ. ഇയാളുടെ പ്രത്യേകത എന്താ? ദിസ് ഈസ് എ ഡിപ്പെൻഡന്റ് സോഴ്സ്. ഡിപ്പെൻഡന്റ് സോഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ഇങ്ങനെ ഡയമണ്ട് സോഴ്സ് ആയിട്ട്, ഡയമണ്ട് രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഡിപ്പെൻഡന്റ് സോഴ്സിന് കൊടുക്കുക. ഡിപ്പെൻഡന്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? ആ ഡിപ്പെൻഡന്റ് സോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുക. കണ്ടോ, 0.5 ടൈംസ് I1 എന്നാണ് വാല്യൂ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ കറന്റ് I1 where I1 is the current flowing through this branch. അപ്പൊ ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇയാൾ പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ഇരിക്കുന്നത്. അപ്പൊ ഇയാൾ എന്ത് സോഴ്സാ? ദിസ് ഇസ് എ ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് അല്ലെ, പ്ലസ് മൈനസ് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് എ ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്. ആരെയാണ് ഇയാൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ സം അനദർ കറന്റ് ത്രൂ അനദർ ബ്രാഞ്ച്. സോ ഇറ്റ് ഈസ് എ കറന്റ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. അതാണ് ഇവിടെ ഡിപ്പെൻഡന്റ് സോഴ്സ് ആയിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ ഡിപ്പെൻഡന്റ് സോഴ്സിന്റെ കൂടെയുള്ള കറന്റ് അല്ലെങ്കിൽ ആ ഡിപ്പെൻഡന്റ് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ സം അനദർ കറന്റ്. അപ്പോ ഇവിടുത്തെ കേസിൽ നമ്മളെ ബാധിക്കുന്ന വിഷയം അത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴേ നമ്മൾ അതിന്റെ ആ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ നോർട്ടൺസ് കറന്റ് കാണണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുക ചെയ്തത്. ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആ സർക്യൂട്ടിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അതായത് സപ്പോസ് ഇവിടെയാണ് നമ്മുടെ സോഴ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡിപ്പെൻഡന്റ് സോഴ്സ് ഉണ്ട്, ഇവിടെ ഇൻഡിപെൻഡന്റ് സോഴ്സ് ഉണ്ട്, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു കറന്റ് ഫ്ലോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഫ്ലോ ചെയ്ത് വരുന്ന കറന്റ് ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ആ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് രണ്ട് പാത്തുകൾ കാണാൻ പറ്റും. ഒന്ന് ഈ ഒരു റെസിസ്റ്റർ ഉള്ള പാത്ത്, രണ്ടാമത്തത് ഇതിൽ കൂടെ ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്ത്. കറന്റ് എപ്പോഴും ചൂസ് ചെയ്തതാണ് ഏറ്റവും ലോ റെസിസ്റ്റൻസ് ഉള്ള പാത്താണ് കറന്റ് എപ്പോഴും ചൂസ് ചെയ്യുക. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉള്ള പാത്തും ഉണ്ട്, ഒരു ഷോർട്ട് സർക്യൂട്ട് ഉള്ള പാത്തും ഉണ്ടെങ്കിൽ കറന്റ് എപ്പോഴും ചൂസ് ചെയ്തതാണ് ഈ ഷോർട്ട് സർക്യൂട്ടഡ് പാത്താണ് കറന്റ് ചൂസ് ചെയ്യുക. അപ്പോൾ കറന്റ് മുഴുവൻ ഏതിൽ കൂടെ പോകും? ഈ ഷോർട്ട് സർക്യൂട്ടഡ് പാത്തിൽ കൂടെ പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യില്ല അല്ലെ. ഷോർട്ട് സർക്യൂട്ടഡ് പാത്ത് ഇവിടെ കറണ്ട് കാണുന്ന സമയത്ത് കറണ്ട് മുഴുവൻ ഇതിൽ കൂടെ അങ്ങ് പോകും. ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ ഒരൊറ്റ കറണ്ട് പോവില്ല, കാരണം ആ ഒരു ബ്രാഞ്ചിൽ ചെറിയൊരു റെസിസ്റ്റർ ഉണ്ട്. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് പാത്ത് കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് മുഴുവനായിട്ട് ആ ബ്രാഞ്ചിൽ കൂടെ പോകും. സോ ദ കറണ്ട് ത്രൂ ദിസ് ബ്രാഞ്ച് വിൽ ബിക്കം 0. ദാറ്റ് മീൻസ് I1 is equal to 0. I1 equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സോഴ്സ് ആണ് ഇയാൾ അല്ലെ. അയാളുടെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ടൈംസ് I1 ആണ്. അപ്പൊ I1 10 ആണെങ്കിൽ 0.5 into 10 ആയിരിക്കും ഇവന്റെ വോൾട്ടേജ്. I1 20 ആണെങ്കിൽ 0.5 into 20 ആയിരിക്കും ഇവന്റെ വോൾട്ടേജ്. പക്ഷെ ഇവിടെ I1 എത്രയാ? 0. അങ്ങനെയാകുമ്പോൾ ഇവൻ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാ? ഇവൻ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 0.5 into 0. ദാറ്റ് മീൻസ് 0 വോൾട്ട്. അപ്പൊ 0 വോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ഈ ഡിപെൻഡന്റ് സോഴ്സ് മാറും. അപ്പൊ എന്ത് സംഭവിക്കും? 0 വോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഷോർട്ട് സർക്യൂട്ടഡ് പോയിന്റ് അല്ലെ. ഷോർട്ട് സർക്യൂട്ടിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് 0 വോൾട്ട്. അപ്പോ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ഉറപ്പിക്കാം? ഈ ഒരു വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ടഡ് ആവുമെന്ന് ഉറപ്പിക്കാം. സോ ഫോർ ഫൈൻഡിങ് IN we have to short circuit AB അല്ലെ. അപ്പൊ AB ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നതോടുകൂടി I1 becomes 0. I1 0 ആവുന്നതിന് കൂടി 0.5 I1 becomes 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡന്റ് സോഴ്സിന്റെ വാല്യൂ 0 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഡിപ്പെൻഡന്റ് സോഴ്സ് ഷുഡ് ബി റീപ്ലേസ്ഡ് വിത്ത് എ ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഡിപ്പെൻഡന്റ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. വേറെ മാറ്റങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഈ ഒരു ബ്രാഞ്ചിനെ ആക്ച്വലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇവിടെ ഒരു കറണ്ട് വരുന്നു, ആ കറണ്ട് ഒന്നും ഇതിൽ കൂടെ പാസ് ചെയ്യുന്നില്ല. കറണ്ട് ഇതിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതിന് അക്രോസ് വോൾട്ടേജ് ഉണ്ടാവില്ല. അപ്പൊ ഒരു ഷോർട്ട് സർക്യൂട്ടിന് പാരലൽ ആയിട്ട് ഒരു ബ്രാഞ്ച് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അതിൽ കൂടെ കറണ്ട് പോകുന്നില്ല, അതിന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സർക്യൂട്ടിനെ റീഡ്രോ ചെയ്യുകയാണെങ്കിൽ we will get a circuit like this, that is a 2 ohm resistor and a 2 volt independent voltage source and there is a short circuit path between A and B. ഇങ്ങനെ ഒരു സർക്യൂട്ട് ആയിട്ട് നമുക്ക് ആ സർക്യൂട്ടിനെ റീഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. where this is the IN current. കണ്ടോ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ? ഈ ഒരു ഡിപെൻഡന്റ് സോഴ്സ് 0 ആയിട്ട് മാറി. സോ ഇതിന്റെ വാല്യൂ 0 ആയിട്ട് മാറി. കാരണം എന്താ? ഇതിൽ കൂടെയുള്ള കറണ്ട് 0 ആയി. കാരണം നമ്മൾ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതോടെ ഈ കറണ്ട് 0 ആയി. ഈ കറണ്ട് 0 ആകുമ്പോൾ ഇവൻ 0 ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഷോർട്ട് സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഈ ഒരു ബ്രാഞ്ചിനെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദ ഡയഗ്രം ബിക്കംസ് ലൈക്ക് ദിസ്. അപ്പോ ഈ ഒരു ഡയഗ്രത്തിൽ ഹൗ വിൽ യു ഫൈൻഡ് നോർട്ടൺസ് കറണ്ട്? സിമ്പിൾ അല്ലേ? നോർട്ടൺസ് കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. സോ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് circuit IN is equal to total voltage is 2 volt and total resistance is 2 ohm. So 2 volt divided by 2 ohm, you will get 1 ampere of Norton's current. അപ്പോൾ നമ്മൾ successfully calculated the Norton's current. അപ്പോൾ സർക്യൂട്ടിലെ 2 സ്റ്റെപ്പാണ് സർക്യൂട്ടിലുള്ളത്. എന്താ? നോർട്ടൺസ് ഇക്വലന്റ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോർട്ടൺസ് കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. then what? then we have to find Norton's impedance അല്ലെങ്കിൽ നോർട്ടൺസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ നോർട്ടൺസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഇവിടെ എഴുതിയിരിക്കുന്ന ടൈറ്റിൽ കണ്ട് മൈൻഡ് ചെയ്യേണ്ട, അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ നോർട്ടൺസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ് എന്താ? എവിടെയാണ് നമുക്ക് നോർട്ടൺസ് ഇക്വലന്റ് കാണേണ്ടത്? ഈ 2 പോയിന്റ് അല്ലെ. അപ്പൊ ഈ 2 പോയിന്റ് ഓപ്പൺ സർക്യൂട്ടഡ് പോയിന്റ് ആണ്. അപ്പൊ ഇതിന് അക്രോസ് ഉള്ള നോർട്ടൺസ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നോർട്ടൺസ് റെസിസ്റ്റൻസ് കാണാനുള്ള നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രോസസ് എന്താ? ആ സർക്യൂട്ടിൽ നിങ്ങൾ ഇവിടുന്ന് നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു സർക്യൂട്ട് കാണുന്നു. ആ സർക്യൂട്ടിൽ റെസിസ്റ്റർ, 2 റെസിസ്റ്റർ ഉണ്ട്, 2 വോൾട്ടേജ് സോഴ്സുകൾ ഉണ്ട്. അപ്പോ നമുക്ക് ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പൊ ശരിക്കും ഈ 2 റെസിസ്റ്റർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമുക്ക് പറയാം 1 ohm ഇൻ പാരലൽ വിത്ത് 2 ohm ആണെന്ന് പറയാം. കാരണം എന്താ? ആ 2 റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്കറിയാം. പക്ഷെ ഈ റെസിസ്റ്റൻസിന്റെ കൂടെ ആരും കൂടിയുണ്ട്? വോൾട്ടേജ് സോഴ്സുകളും കൂടിയുണ്ട്. ഈ വോൾട്ടേജ് സോഴ്സുകളുടെ റെസിസ്റ്റൻസ് എത്രയാന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തെവനിൻസ് ഓർ നോർട്ടൺസ് ഓർ റെസിസ്റ്റൻസ് കാണുന്ന സമയത്ത് നമ്മുടെ പരിപാടി എന്താണ്? വോൾട്ടേജ് സോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. കറണ്ട് സോഴ്സിനെ ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യുക. ഐഡിയൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. പക്ഷേ ഇവിടെ അത് ഡയറക്ട്ലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് എ റിസ്ക് എലിമെന്റ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സി എ ഡിപ്പെൻഡന്റ് സോഴ്സ് ഹിയർ. ഈ ഒരു പ്രോസസ്സ് ആർ തെവനിനോ നോർട്ടൺസ് റെസിസ്റ്റൻസോ കാണാൻ വേണ്ടിയിട്ട് സോഴ്സിനെ ഷോർട്ടും ഓപ്പൺ ചെയ്യുന്ന പ്രോസസ്സ് ആകെ ഇൻഡിപെൻഡന്റ് സോഴ്സസിന് മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ. ഡിപ്പെൻഡന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഡിപ്പെൻഡന്റ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട്
സർക്യൂട്ട് ചെയ്യാനോ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാനോ നമുക്ക് അധികാരമില്ല. അപ്പോൾ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഡിപ്പെൻഡന്റ് സോഴ്സ് ഉള്ള ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഡിപ്പെൻഡന്റ് സോഴ്സിനെ റെസിസ്റ്റൻസ്, തെവനിൻസ് റെസിസ്റ്റൻസോ നോർട്ടൺസ് റെസിസ്റ്റൻസോ കാണാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡന്റ് സോഴ്സിനെ ഒരു കാരണവശാലും ഷോർട്ട് സർക്യൂട്ടോ ഓപ്പൺ സർക്യൂട്ടോ ചെയ്യരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നേരത്തെ കേസിൽ ഇത് തന്നെയായിരുന്നില്ലേ, നേരത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു, അതിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്തില്ലേ എന്ന് ചോദിക്കും. നേരത്തെ കേസിൽ ഡിഫറൻസ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കേസിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സോഴ്സിനെ ഡിസ്റ്റർബ് ചെയ്തതല്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിന് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇവിടെ ഒരു കറണ്ട് പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഈ കറണ്ട് പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത് കൊണ്ട് ഈ പാത്തിൽ കൂടിയുള്ള കറണ്ട് 0 ആയി. നിർഭാഗ്യവശാൽ ഇവൻ ഡിപ്പെൻഡ് ചെയ്യുന്ന കറണ്ട് ഇതായിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഈ കറണ്ട് 0 ആയതുകൊണ്ട് ഇവൻ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 0 ആയതാണ്. അല്ലാതെ നമ്മൾ ഡയറക്ട്ലി ഇവനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തതല്ല. നമ്മൾ സർക്യൂട്ടിൽ നടത്തിയ ചെറിയൊരു മോഡിഫിക്കേഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇവൻ എന്ത് സംഭവിച്ചത്, ഇവൻ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് മാറിയത്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തതല്ല. സോ നെവർ ഷോർട്ട് സർക്യൂട്ട് എ ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്, നെവർ ഓപ്പൺ സർക്യൂട്ട് എ ഡിപ്പെൻഡന്റ് കറന്റ് സോഴ്സ്. അതാണ് റൂള്. അപ്പൊ നമ്മൾ എങ്ങനെ RTheveninോ അല്ലെങ്കിൽ നോർട്ടൺസ് റെസിസ്റ്റൻസോ കണ്ടുപിടിക്കും? ഇവിടെയാണ് നമ്മൾ പുതിയൊരു ലോജിക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ നോർട്ടൺസ് കറണ്ട് ഈ ഒരു സർക്യൂട്ടിൽ കണ്ടു കഴിഞ്ഞു. ഈക്വലന്റ് നോർട്ടൺസ് കറണ്ട് നമ്മൾ ഈ സർക്യൂട്ടിൽ കണ്ടു കഴിഞ്ഞു. 1 ആംപിയർ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ അക്രോസ് തെവനിൻസ് വോൾട്ടേജ് കണ്ടുപിടിക്കാന്ന് വിചാരിക്കാം. അതായത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിന് അക്രോസ് തെവനിൻസ് വോൾട്ടേജ് കണ്ടുപിടിക്കാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ തെവനിൻസ് വോൾട്ടേജ് നമുക്ക് കിട്ടി, നോർട്ടൺസ് കറണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് തെവനിൻസ് റെസിസ്റ്റൻസ് ഓർ നോർട്ടൺസ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു തെവനിൻസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നോർട്ടൺസ് കറണ്ട്. This should be applied while finding the Thevenin's or Norton's resistance in a circuit which contains dependent source. Dependent source ഉള്ള സർക്യൂട്ടുകളിൽ തെവനിൻസ് ഇക്വലൻസോ നോർട്ടൺസ് ഇക്വലൻസോ റെസിസ്റ്റൻസ് കാണുന്ന സമയത്ത് എപ്പോഴും അപ്ലൈ ചെയ്യേണ്ട റൂൾ ഇതാണ്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് വോൾട്ടേജ് സോഴ്സിനൊക്കെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കറന്റ് സോഴ്സിനൊക്കെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചാടിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിപ്പെൻഡന്റ് സോഴ്സിനെ തൊടാൻ പാടില്ല. അപ്പൊ ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കെയർഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു തമ്പ് റൂളാണ് ഇത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടുത്തെ തെവനിൻസ് വോൾട്ടേജ് കണ്ടുപിടിക്കണം. തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്ന ഏത് വോൾട്ടേജ് ആണ്? ഈ പോയിന്റ് ഓപ്പൺ സർക്യൂട്ട് ടെർമിനൽ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് തെവനിൻസ് വോൾട്ടേജ്. സോ യു ഹാവ് ടു ഫൈൻഡ് തെവനിൻസ് വോൾട്ടേജ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പൊ തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ പോയിന്റിലെ വോൾട്ടേജ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ പോയിന്റിലെ വോൾട്ടേജ് തെവനിൻസ് വോൾട്ടേജ് ആണെങ്കിൽ ഈ പോയിന്റിലെ വോൾട്ടേജ് എന്തായിരിക്കും? തെവനിൻസ് വോൾട്ടേജ് ആയിരിക്കും അല്ലെ? അപ്പോ ഇനി ഈ ഒരു സർക്യൂട്ടിൽ എത്ര അൺനോൺസ് ഉണ്ട്? ഈ ഒരു സർക്യൂട്ടിൽ I1 എന്ന് പറയുന്നത് അൺനോൺ ആണ്, കൂടാതെ തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് അൺനോൺ ആണ്. അപ്പൊ 2 അൺനോൺസ് നമുക്ക് അവിടെ കിട്ടി. ഈ 2 അൺനോൺസ് വെച്ചിട്ട് ഇതിന്റെ അകത്തൊരു KVL KCL എഴുതുന്നത് കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, 2 അൺനോൺസ് ഒരൊറ്റ ഇക്വേഷനിൽ കിടക്കും. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡിപ്പെൻഡന്റ് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾ ഉണ്ടല്ലോ, ഡിപ്പെൻഡന്റ് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾ, അതായത് I1. ഈ I1നെ ഈ സർക്യൂട്ടിലുള്ള വേറെ ഏതെങ്കിലും വോൾട്ടേജസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്യുക. അതായത് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടുത്തെ വോൾട്ടേജ് VTH എന്ന് പറയുന്ന വോൾട്ടേജ് അറ്റ് ദിസ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ്, ഇതിനെ നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നു. സോ ദിസ് ഈസ് എ വോൾട്ടേജ് അറ്റ് ദിസ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ്. ആ വോൾട്ടേജിന് അക്രോസ് കണക്ട് ചെയ്തിട്ടുള്ള റെസിസ്റ്റർ ആണ് 1 ohm. അപ്പൊ ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട്, ഹൗ വിൽ യു ഡിഫൈൻ ദാറ്റ് കറണ്ട്? Total voltage divided by total resistance. So I can write the current I1 is equal to total voltage, which is VTH, divided by total resistance 1 ohm. From this I can write VTH is equal to I1. അപ്പോൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്തു? VTHും I1ഉം തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലുള്ള ഒരു അൺനോൺ വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്തു? ഒഴിവാക്കി. കാരണം അതിന്റെ രണ്ടിന്റെയും വാല്യൂസ് നമ്മൾ റിലേറ്റ് ചെയ്തെടുത്തു. ഇങ്ങനെ എപ്പോഴും ഡിപ്പെൻഡന്റ് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിളിനെ വേറെ ഏതെങ്കിലും ഒരു സർക്യൂട്ട് പാരാമീറ്ററുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഈ കംപ്ലീറ്റ് ലൂപ്പിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടം വരെയുള്ള കംപ്ലീറ്റ് ലൂപ്പിൽ യു ക്യാൻ ടേക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോ. ഈ കംപ്ലീറ്റ് ലൂപ്പിൽ നിങ്ങൾക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാം.
അപ്പൊ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ആ ഒരു ലൂപ്പിൽ, അതായത് ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ വരുന്ന കംപ്ലീറ്റ് ലൂപ്പിൽ എന്തറിയണം? എല്ലാ വോൾട്ടേജസ് അറിയണം. അപ്പോൾ ഇവിടെ ഒരു 2 വോൾട്ടിന്റെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അപ്പൊ അവിടെ 2 വോൾട്ട് ഉണ്ട്. ഇവിടെ 0.5 I1 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അപ്പൊ അതിന്റെ വോൾട്ടേജ് വാല്യൂ കിട്ടി. പക്ഷേ ഇവിടെ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ 2 റെസിസ്റ്റേഴ്സിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ കൂടെ പോകുന്ന കറണ്ട് അറിയണം. സോ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആയിരിക്കും ആ പർട്ടിക്കുലർ ബ്രാഞ്ചിൽ അക്രോസ്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പൗണ്ട് അക്രോസ് ഉള്ള വോൾട്ടേജ്. സോ I1 എന്ന് പറയുന്ന കറണ്ട് ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ പോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും I1 എന്ന് പറയുന്ന കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടാവണ്ടേ? കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഇല്ല, കാരണം ഇത് ഓപ്പൺ സർക്യൂട്ടഡ് ബ്രാഞ്ച് ആണ്, അപ്പൊ അതിൽ കൂടെ കറണ്ട് പോകുന്നില്ല. സോ I1 ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഔട്ട് ദിസ് ലൂപ്പ്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പോണൻസിന്റെ ഇടയിൽ കൂടെയും 2 ഓം റെസിസ്റ്ററിൽ കൂടെയും 2 വോൾട്ട് സോഴ്സ് കൂടെയും 0.5 I1 കൂടെയും അതേപോലെ തന്നെ 1 ഓം റെസിസ്റ്ററിൽ കൂടെയും എല്ലാം പോകുന്ന കറണ്ട് ആരാണ്? I1 എന്ന് പറയുന്ന കറണ്ട് ആണ്. സോ I1 എന്ന് പറയുന്ന കറണ്ട് ഈ ഒരു റെസിസ്റ്ററിൽ കൂടെ പോകുമ്പോൾ there will be a voltage drop in this polarity, plus or minus. What will be the voltage value? current I1 resistance 2 ohm. So 2 into I1 എന്ന് പറയുന്ന വോൾട്ടേജ് ഇതിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യും. സിമിലർലി സെയിം കറണ്ട് ഇതിൽ കൂടെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. എന്തായിരിക്കും ആ വോൾട്ടേജ് ഡ്രോപ്പിന്റെ വാല്യൂ? I1 into 1 ohm എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വോൾട്ടേജസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ വി ക്യാൻ അപ്ലൈ KVL in this loop. എങ്ങനെയാ? എന്താ KVL വരാമെന്ന് പറഞ്ഞേ? That is, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2 വോൾട്ട്, 2 വോൾട്ടിന്റെ പൊളാരിറ്റി എന്താ? -2 പ്ലസ്. സോ ടേക്ക് ഇറ്റ് ആസ് പ്ലസ്. സോ 2 വോൾട്ട്. നെക്സ്റ്റ് വരുന്നത് 2 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. എങ്ങനെയാ കണ്ടുപിടിക്കുക? 2 ഓം എന്ന് പറയുന്ന റെസിസ്റ്റർ ഇൻറ്റു കറണ്ട് I1. സോ പൊളാരിറ്റി എങ്ങനെയാ? പ്ലസ് മൈനസ് ആണ്. സോ ടേക്ക് ഇറ്റ് ആസ് മൈനസ്. സോ 2 ഓം ഇൻറ്റു I1, ദാറ്റ് ഈസ് -2 I1. നെക്സ്റ്റ് വരുന്ന വോൾട്ടേജ് ഏതാ? ഇതാണ് ഡിപെൻഡന്റ് സോഴ്സിന്റെ വോൾട്ടേജ്. ഇത് വോൾട്ടേജ് സോഴ്സ് ആണല്ലോ, പ്ലസ് ഓർ മൈനസ് എഴുതിയത് കണ്ടില്ലേ? സോ ഇറ്റ് ഈസ് എ ഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് വോൾട്ടേജ്. ഇതിന്റെ വോൾട്ടേജ് വാല്യൂ എത്രയാ? മൈനസ് പ്ലസ് 0.5 I1. അപ്പൊ മൈനസ് പ്ലസ് ആണ്. സോ ടേക്ക് ഇറ്റ് ആസ് പ്ലസ്. സോ പ്ലസ് 0.5 I1. നെക്സ്റ്റ് വരുന്നത് എന്താ? ഇതിൽ കൂടെ പോയി ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് അത് എത്രയാ വരുന്നത്? പ്ലസ് മൈനസ് ആണ്. സോ ടേക്ക് ഇറ്റ് ആസ് മൈനസ്. സോ എത്രയാ കറണ്ട്? I1. എത്രയാ റെസിസ്റ്റൻസ്? 1 ohm. സോ I1 into 1 ohm is I1. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തെവനിൻസ് വോൾട്ടേജ് ആണ്, അല്ലെ? അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ VTH is equal to I1 എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സോ ഐ ക്യാൻ ഡയറക്ട്ലി റൈറ്റ് VTH ഇൻസ്റ്റെഡ് ഓഫ് I1. എവിടെയൊക്കെ I1 കാണുന്നു അവിടെയൊക്കെ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? VTH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദ ഇക്വേഷൻ ബിക്കംസ് 2V അല്ല 2 വോൾട്ട് ആണ്. സോ 2 എന്ന് എഴുതിയാൽ മതി. 2V എന്ന് ഒരു വേരിയബിൾ ആണെന്ന് വിചാരിക്കും. സോ 2 മൈനസ് 2 ടൈംസ് VTH പ്ലസ് 0.5 ടൈംസ് VTH മൈനസ് VTH ഈസ് ഈക്വൽ ടു 0. സോ മൊത്തം എന്ത് വരും? ഇവിടെ -2, ഇവിടെ -1. സോ -2 VTH ഉം -VTH ചേരുമ്പോൾ -3 VTH. -3 VTHന്റെ കൂടെ പ്ലസ് 0.5 VTH ചേരുമ്പോൾ 2.5 VTH. സോ the relation becomes 2.5 VTH is equal to 2, which implies VTH is equal to 2 divided by 2.5. 2.5 എന്ന് പറഞ്ഞാൽ 5/2. So 4 divided by 5 വരും. 4 divided by 5 means 0.8 വോൾട്ട് ആണ് VTH ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക. സോ നമ്മൾ സക്സസ്ഫുള്ളി IN എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നമുക്ക് 1 ആംപിയർ കിട്ടി. പിന്നെ നമുക്ക് VTH എന്ന് പറയുന്ന 0.8 വോൾട്ട് കിട്ടി. സോ നോർട്ടൺസ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? നോർട്ടൺസ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു തെവനിൻസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നോർട്ടൺസ് കറന്റ്. ഓക്കെ, തെവനിൻസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നോർട്ടൺസ് കറന്റ്. തെവനിൻസ് വോൾട്ടേജ് എത്രയാ? തെവനിൻസ് വോൾട്ടേജ് നമുക്ക് 0.8 ആണ് കിട്ടിയത്. നോർട്ടൺസ് കറന്റ് 1 ആംപിയർ ആണ് കിട്ടിയത്. സോ നോർട്ടൺസ് റെസിസ്റ്റൻസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.8 ohm. So successfully calculated the Norton's current and the Norton's resistance. So we can draw the equivalent Norton's diagram like this. എത്രയാ? Norton's current എന്ന് പറയുന്നത് 1 ആംപിയർ. Also the parallel Norton's resistance will be 0.8 ohm. So this is the equivalent Norton's equivalent circuit for the given circuit. Okay, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാ, ഈ ഒരു സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ട് കണ്ടുപിടിക്കാനായിരുന്നു. സോ ദിസ് ഈസ് ദ മെത്തേഡ് ടു ഫൈൻഡ് നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ട്
ഫോർ എ സർക്യൂട്ട് വിച്ച് കണ്ടെയ്ൻസ് ഡിപെൻഡന്റ് സോഴ്സ്. അപ്പൊ ഇതാണ് ഈക്വലന്റ് നോർട്ടൺ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ പ്രശ്നം വന്നതെന്ന് മനസ്സിലായല്ലോ. തന്നിരിക്കുന്ന ക്വസ്റ്റിന്റെ അകത്ത് തന്നിരിക്കുന്ന ആ ഒരു സർക്യൂട്ടിൽ ഡിപെൻഡന്റ് സോഴ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് പ്രശ്നം. ഡിപെൻഡന്റ് സോഴ്സ് ഇല്ലെങ്കിൽ ഇത്രയും സർക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കാം, ഈക്വലന്റ് ആയിട്ടുള്ള നോർട്ടൺസ് റെസിസ്റ്റൻസും കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്തുണ്ട്? ഡിപെൻഡന്റ് സോഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ VThevenin കണ്ടുപിടിക്കണം, നോർട്ടൺസ് കറണ്ട് കണ്ടുപിടിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് RThevenin അല്ലെങ്കിൽ നോർട്ടൺസ് റെസിസ്റ്റൻസ് കിട്ടുള്ളൂ. സെയിം പ്രോബ്ലം നമുക്ക് തെവനിൻസ് ഇക്വലൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലിക്കബിൾ ആണ്. കാരണം ഈ ഒരു സർക്യൂട്ടിന്റെ തെവനിൻസ് ഇക്വലന്റ് ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ, ഈ ഒരു സർക്യൂട്ടിന്റെ തെവനിൻസ് ഇക്വലന്റ് ആണ് നിങ്ങളോട് ക്വസ്റ്റനിൽ ചോദിക്കുന്നതെങ്കിൽ എന്താ പ്രശ്നം? ഇതിന്റെ തെവനിൻസ് ഇക്വലന്റ് ചോദിക്കുന്നു എന്ന് വിചാരിച്ചോ. തെവനിൻസ് ഇക്വലന്റ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന് അക്രോസ് ഉള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കാണണം, ഇതിന് അക്രോസ് ഉള്ള RThevenin കാണണം. പക്ഷെ RThevenin കാണാൻ പോകുന്ന സമയത്ത് പ്രശ്നം എന്താ? RThevenin എന്ന് പറയുന്നത് കാണുമ്പോൾ ഇതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അത് ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? തെവനിൻസ് വോൾട്ടേജ് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, നോർട്ടൺസ് കറണ്ടും കൂടെ കാണുക. സോ VTH ഡിവൈഡഡ് ബൈ IN ഗിവ് യു RTH വാല്യൂ. അങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ. സോ അത്രയാണ് നമുക്ക് ഈ പ്രോബ്ലത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ പുതിയൊരു കൺസെപ്റ്റും അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമായിട്ട് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.